ആര് ചത്താലും ആശാന് കിടക്കപ്പുറത്തില്ല ഒരു കഥയുണ്ട്. മഴ വന്നാലും KSEBിക്ക് നഷ്ടം, മഴ ഇല്ലെങ്കിലും നഷ്ടം. മഴയില്ലെങ്കിൽ KSEB പ്രാന്ത് പിടിക്കും, പവർ കട്ട്, അങ്ങനെ ലോഡ് ഷെഡിങ് വേണ്ട വിഷയമാണ്. കഴിഞ്ഞ 2 മാസം നമ്മൾ കണ്ടതാണ് അവർ ആകെ വട്ടായി നടക്കുന്നത്. ഇപ്പോൾ ഇതാ മഴ പെയ്തപ്പോഴുള്ള പ്രശ്നം എന്താണ്? 25 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പല ജില്ലകളിലും തുടരുന്ന കനത്ത മഴയിൽ സംസ്ഥാനത്ത് വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് 25.43 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 3/8/2026 വൈകിട്ട് 4 വരെയുള്ള കണക്കനുസരിച്ച്, അതായത് ഇന്നലത്തെ കണക്കനുസരിച്ച് 2892 ട്രാൻസ്ഫോമറുകളെ മഴക്കെടുതി വിഴുങ്ങി ബാധിച്ചു. ട്രാൻസ്ഫോമറുകൾ അടിച്ചുപോയി. 6,56,707 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. 349 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 2,509 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു, തരിപ്പണമായി ഈ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും. അതുപോലെ തന്നെ 248 ഇടങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനും 7,212 ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനും പൊട്ടി വീണു. 233 ട്രാൻസ്ഫോമറുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വൈദ്യുതി തകരാറിൽ പരിഹരിക്കാൻ ഊർജ്ജ ശ്രമം സംസ്ഥാന വ്യാപകമായി നടന്നു വരികയാണെന്ന് KSEB അറിയിച്ചു. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ ഉപഭോക്താക്കളെയാണ് വൈദ്യുതി തകരാർ കൂടുതൽ ബാധിച്ചത്. വൈദ്യുതി തടസ്സങ്ങൾ പ്രധാനമായും വെള്ളപ്പൊക്ക പ്രളയബാധിത പ്രദേശങ്ങളെയാണ് കൂടുതൽ ഉപദ്രവിക്കുന്നത്. വെള്ളം പൂർണ്ണമായി മാറിയതിന് ശേഷമേ സുരക്ഷിതാ മാനദണ്ഡങ്ങളെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വീണ്ടും അവർക്ക് പണിയാൻ കഴിയുകയുള്ളൂ. വെള്ളം കൂടി കിടക്കുന്ന സമയത്ത് ചെന്ന് കയറിയാൽ കറണ്ട് പ്രശ്നമാണ്. അതുകൊണ്ട് ഓഫ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ പോലും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ കാരണം വെള്ളത്തിനകത്ത് ആണ് ഇതെല്ലാം കൂടി കിടക്കുന്നത്. വെള്ളം കെട്ടി കമ്പികളെല്ലാം പൊട്ടിക്കിടക്കുന്നു, പോസ്റ്റുകളെല്ലാം പൊട്ടിക്കിടക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ വെള്ളമൊന്ന് ഇറങ്ങിയാൽ മാത്രമേ അവർക്ക് പണിയാൻ കഴിയുകയുള്ളൂ. അത് വളരെ വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഏകോപനത്തിനായി സർക്കാർ തലത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ വന്നാലും KSEBിക്ക് കിടക്കപ്പുറതിയില്ല, മഴയില്ലെങ്കിലും കിടക്കപ്പുറതിയില്ല. എങ്ങനെ വന്നാലും അവരുടെ ഉറക്കം കെടുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു മഴ വന്നാൽ, ഒരു മഴക്കെടുതി വന്നാൽ, ഒരു പ്രളയം വന്നാൽ, ഒരു പിന്നെ വെള്ളപ്പൊക്കം വന്നാൽ, ഒരു ഉരുൾപൊട്ടൽ വന്നാൽ സമസ്ത മേഖലകളെയാണ് ബാധിക്കുന്നത്. അങ്ങനെ നമ്മൾ സമഗ്രമായി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ റവന്യൂ വകുപ്പിൻ്റെ നഷ്ടവും അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് വഴി ആളുകൾ മരിച്ചതിൻ്റെ കണക്കെടുക്കുകയും കൃഷിക്കുണ്ടായ നാശമൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ നഷ്ടങ്ങളെ നമ്മൾ കാണാതെ പോകുന്നു. KSEBിക്ക് 25 കോടി രൂപയാണ് നഷ്ടം. ഇനി മാത്രമല്ല, ഇനി അതൊക്കെ പുനഃസ്ഥാപിക്കണം, ലേബർ വർക്ക്, അതിൻ്റെ നഷ്ടം വരുന്നുണ്ട്. ഇപ്പം ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നഷ്ടമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിൻ്റെ ലേബർ വർക്ക് വരും, അതിൻ്റെ ഊർജ്ജം, സമയം, ഇതെല്ലാം വരുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഇത് KSEBിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലാണ് ഇതിൻ്റെ ആഘാതം കൂടുതൽ വന്നത്. എന്തായാലും ഓരോ മഴയത്തും ഓരോ പ്രളയത്തിലും ഓരോ ഉരുൾപൊട്ടലും ആദ്യം പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇലക്ട്രിക് സിസ്റ്റവുമാണ്. റോഡ് തകരും, സ്വാഭാവികമായിട്ട് ഇലക്ട്രിക് സിസ്റ്റം തകരും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും തകരും. ഇതാണ് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത്. വലിയ അധ്വാനം കൊണ്ട് മാത്രമേ KSEBിക്ക് ഈ സ്ഥലങ്ങളിൽ വീണ്ടും കറണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഈ കറണ്ടിൻ്റെ സംവിധാനങ്ങളൊക്കെ വീണ്ടും പുതിയ രൂപത്തിൽ പുനഃസ്ഥാപിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. മോർ പ്രൊഫഷണലാകേണ്ടുന്ന, ടെക്നിക്കലാകേണ്ടുന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ കമ്പി വലിച്ചുകൊണ്ട് മാനത്തൂടെ കമ്പിയും വലിച്ചുകൊണ്ട് പോയി കറണ്ട് കൊടുക്കുന്ന കഥയൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും പുതിയ സാങ്കേതിക വിദ്യകൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.